ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കരുനാഗപ്പള്ളി സ്പെഷ്യാലിറ്റീസ്, കരുനാഗപ്പള്ളിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. കൊല്ലം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് കരുനാഗപ്പള്ളി എന്നത്. കേരളത്തിലെ അതിവേഗം വികസിക്കുന്ന, കൊല്ലത്തെ തന്നെ അതിവേഗം വികസിക്കുന്ന പട്ടണവും കേരളത്തിലെ തന്നെ അതിവേഗം വികസിക്കുന്ന പട്ടണങ്ങളിലൊന്നാണ്, അതിവേഗം ഡെവലപ്പാകുന്ന പട്ടണങ്ങളിലൊന്നാണ് കരുനാഗപ്പള്ളി എന്നത്. കൊല്ലം മെട്രോപൊളിറ്റൻ ഏരിയയുടെ ഭാഗമാണ് കരുനാഗപ്പള്ളി എന്നത്. കരുനാഗപ്പള്ളിയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 8.42 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 25,337 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. NH-66 ഇതുവഴിയാണ് കടന്നു പോകുന്നത്. കരുനാഗപ്പള്ളി വടക്ക് കായംകുളവും തെക്ക് കുന്നത്തൂറും പടിഞ്ഞാറ് അറബിക്കടലുമാണ് ഇതിൻ്റെ അതിർത്തികളെന്ന് പറയുന്നത്. കരുനാഗപ്പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ആലിക്കടവ് ബോട്ട് ഹൗസ്. അവിടുത്തെ ബോട്ടിങ് അത് ടൂറിസ്റ്റുകളുടെ, അതായത് പട്ടണത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അനേകം വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ആലിക്കടവ് എന്നത് കരുനാഗപ്പള്ളി. അങ്ങനെ ടൂറിസ്റ്റുകളെ ഒത്തിരി ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കരുനാഗപ്പള്ളി. ഒരു മുനിസിപ്പാലിറ്റിയാണ്. കരുനാഗപ്പള്ളിയുടെ ചരിത്രം നോക്കുമ്പോൾ ഇതിന് പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ഇത് ബുദ്ധമതക്കാരുടെ കേന്ദ്രമായിരുന്നു. ബുദ്ധമതക്കാരായിരുന്നു ഇവിടെ കൂടുതൽ താമസിച്ചിരുന്നത്. അപ്പോൾ കരുനാഗൻ എന്നൊരു ബുദ്ധ ഭിക്ഷു ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അദ്ദേഹം പള്ളിയുടെ പുത്രൻ എന്നറിയപ്പെട്ടു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കരുനാഗപ്പള്ളി എന്ന പേര് വരുവാനായിട്ടുള്ള കാരണമെന്നാണ് പറയുന്നത്. കരുനാഗപ്പള്ളി പിന്നീട് യൂറോപ്യന്മാർ ഈ സ്ഥലത്തിനെ, കരുനാഗപ്പള്ളിയെ പണ്ടുകാലത്ത് മാർത്ത എന്നായിരുന്നു വിളിച്ചിരുന്നത്. പണ്ടുകാലത്ത് മാർത്ത എന്ന പേരിലായിരുന്നു അവർ കരുനാഗപ്പള്ളിയെ യൂറോപ്യന്മാരെ വിളിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട് കരുനാഗപ്പള്ളി. അതോടൊപ്പം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജും സർക്കാർ ഗവൺമെൻറ് കോളേജുമെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. എഞ്ചിനീയറിംഗ് കോളേജ്, സർക്കാരിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജും ഗവൺമെൻറ് കോളേജുമെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. NH-66 ഇതുവഴിയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. കൊല്ലത്തെ തന്നെ പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നാണ് കരുനാഗപ്പള്ളി എന്നത്. കൊല്ലത്ത് നിന്നും ഏകദേശം 27 കിലോമീറ്ററും കായംകുളത്തു നിന്നും 14 കിലോമീറ്ററും ചവറയിൽ നിന്നും 9 കിലോമീറ്ററും ആലപ്പുഴയിൽ നിന്നും 57 കിലോമീറ്ററും പുനലൂരിൽ നിന്നും 54 കിലോമീറ്ററും സംസ്ഥാന തലസ്ഥാനമായ ട്രിവാൻഡ്രത്ത് നിന്നും 87 കിലോമീറ്ററുമാണ് കരുനാഗപ്പള്ളിയിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.